ഹായ് വെൽക്കം ടു BBA കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടിക്കോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ കിടിലൻ അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ കാരണത്തേക്ക് നമ്മൾ വരാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ iPhone 16 Pro Maxൻ്റെ ഗീവ് അവേയുടെ റിസൾട്ട് എപ്പോഴാണെന്നുള്ളതാണ്. രണ്ടാമത്തെ നല്ല കിടിലൻ നമ്മുടെ സാംസങ് S24 Ultra S23 Ultra നല്ല കിടില ഓഫർ, അതുപോലെ തന്നെ ഐഫോണിലും നല്ല കിടില ഓഫർ ഇട്ടാണ്. നമ്മൾ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ വ്ളോഗ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ദുബായ് അങ്ങാടിലെ എവറസ്റ്റ് സിറ്റിയിലാണ്. അപ്പോൾ നമ്മളിതാ ഇന്ന് ഈ വീഡിയോയിൽ എന്താ പറയാമെന്ന് ചോദിച്ചാൽ ഫോണുകളുടെ അപ്ഡേഷനും കാര്യങ്ങളും പ്രൈസും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. അതായത് ഈ വീഡിയോ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫോണുകളിൽ ഒരു ഫോൺ വാങ്ങാനുള്ള ഒരു ആഗ്രഹമുള്ള ഒരാൾക്ക് ഫോണിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പ്രൈസ് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അതാണ് ഈ വീഡിയോയുടെ കണ്ടന്റ്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം എവറസ്റ്റ് സിറ്റിയിലാണ്. അഷ്കർ കസോല്ലേ? സുഖമാണ്. നമ്മൾ ഒരാഴ്ചയായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല, അതിന്റെ കാര്യം അല്ലേ? തീർച്ചയായും എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയുന്നതാണ്. എന്തായാലും നമ്മൾ എപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ മലയാളികളാണ്. അതെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ, അതായത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ദുരന്തം നമുക്ക് നടന്നിരിക്കും. അതായത് ഇപ്പോൾ ടോട്ടലായിട്ട് ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ വർഷം 3700ഓളം ദുരന്തം, അതായത് ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ട്. അതിൽ 2200 നടന്നിരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. അതിൽ 2200 ശരിക്കും പറഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലത്തും കൂടിയിട്ട് 1500 പോലും ഇല്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രം ഇത്രയും ദുരന്തം. അതായത് നമ്മുടെ നാടും അങ്ങനെയാണ്, സ്വന്തം നാടാണ്. പക്ഷെ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അത് ഒരുമയോടുകൂടി നമ്മൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവർക്കും വിഷമമാണ്. നമ്മളിപ്പോൾ ഇന്നലെ ഒരു പ്രവാസിയാണ് 2 ദിവസം മുന്നേ നാട്ടിൽ പോയ ടൈമിൽ അവൻ്റെ 17 ഒരു വീട്ടിലെ 17 അംഗത്തിനെ കാണുന്നത്. അവൻ്റെ ഉമ്മ, അവൻ്റെ ഭാര്യ, അവൻ്റെ 3 മക്കൾ. ആ മക്കളിൽ തന്നെ ഒരേ ഒരു മോളെ മയ്യത്തെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി ആരും കാണുക പോലും ചെയ്തിട്ടില്ല. വീട് നിൽക്കുന്ന സ്ഥലത്ത് ഫുള്ള് മണ്ണായിട്ട് വീട് പോലും കാണുന്നില്ല. വെച്ചാല് ഇപ്പൊ നമ്മള് ശരിക്കും നമ്മളെല്ലാവരും ഉറങ്ങുമായിരുന്നു. ഇപ്പൊ ഇത് നമുക്ക് ഒരേപോലെ ഫീൽ ആയത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ അവര് ഉറങ്ങണം, നമ്മളും രാവിലെ പല പ്രതീക്ഷയും പല കാര്യവും മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത് രാവിലെ. ഇപ്പൊ നമുക്ക് അതായത് ഇപ്പൊ കേരളത്തിലുള്ള ഒരാൾക്ക്, ഇപ്പൊ കേരളത്തിലൊരു സംഭവമാണ്, വയനാട്ടിലൊരു സംഭവം ആയിരുന്നെങ്കിലും നമ്മളെല്ലാ മലയാളികളും രാവിലെ നീക്കുമ്പോൾ കേൾക്കുന്നത് ഇതാണ്. അപ്പം നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ സംഭവിച്ച ഒരു ഇതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച വീഡിയോ ചെയ്യായിരുന്നത്. അപ്പോൾ iPhone 16 Pro Maxന്റെ ഗീവ് നമ്മൾ 31-നായിരുന്നു. ഇതിൽ തന്നെ പല ആൾക്കാരും കമന്റ് ഇട്ട് നമ്മളിത് പിന്നീട് പ്രഖ്യാപിക്കാം. കാരണം നമുക്കത് പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് എന്തായാലും സന്തോഷത്തോടെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതിലുപരി പല ആൾക്ക് സന്തോഷത്തോടെ വാങ്ങാൻ പറ്റില്ല. എന്തിനധികം പറയാം, നമുക്ക് പല ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ മെസ്സേജ് അയച്ചാൽ ചിലപ്പം എന്തായാലും ഉറപ്പായിട്ടും അവിടെയുള്ള ആളുകൾ ഉണ്ടാവും. അപ്പം നമ്മളത് അവരോട് ചെയ്യുന്ന ഒരു ഇതും കൂടി ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തത്. പക്ഷെ ഒരുപാട് കമന്റ് വന്നിരിക്കുകയെന്ന് വെച്ചാൽ ആ ഒരു പൈസ കൂടി 16 Pro Max ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല, നിങ്ങൾ അതുകൂടി വയനാടിന് കൊടുക്കുമെന്ന് പറഞ്ഞത്. വയനാടിന് കൊടുക്കേണ്ട എന്തായാലും ഞങ്ങൾ അത് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കും. അത് നമ്മൾ ഇതിന് മുന്നേ ഒരു പ്രശ്നം വന്ന ടൈമിൽ പല ആളുകൾ പലതും ചെയ്ത ടൈമിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും ഒരു സ്വരൂപിച്ചിട്ട് ഞങ്ങൾ അവർക്ക് ഒരു ജീവിത മാർഗ്ഗം, അതായത് ചില ആൾക്ക് ആടുകൾ വാങ്ങിക്കൊടുത്തു, ചില ആൾക്ക് പശുകൾ, അതായത് ജീവിത മാർഗ്ഗം കൂടി നമ്മൾ ചെയ്ത് കൊടുത്തു. ബാക്കി എല്ലാവരും എല്ലാം ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞങ്ങളൊരു വെറൈറ്റി ആക്കിയിട്ട്, അതായത് അവർക്ക് ജീവിക്കണം, പിന്നെ ജീവിക്കാം, അതിൻ്റെ ഒരു മാർഗ്ഗം ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഈ തവണയും നമ്മളെ കൂടെ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ എന്തായാലും ചെയ്തിരിക്കും. ഹെൽപ്ഫുൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇത് തന്നെ ഇതിൽ കൊടുക്കാന്ന്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കഴിയുന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ പറഞ്ഞ വാക്കാണ്. ഇത് കാരണം വെച്ചാൽ ഇത് എല്ലാവർക്കും അവകാശപ്പെട്ടാണ്. കാരണം നമ്മൾ മലയാളികൾ മാത്രമല്ല, എല്ലാ ലോകത്തിലെ ആൾക്കാരും നമുക്ക് മെസ്സേജ് അയക്കുന്നതാണ്. പക്ഷെ കൂടുതലും ഒരു 75% മുകളിലും മലയാളികൾ തന്നെയാണ്. പക്ഷെ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് തലപോയി കഴിഞ്ഞാൽ മാറാൻ പാടില്ലാതാണ്. അവർ വാക്ക് പറഞ്ഞ കാര്യമാണ്. നമ്മളൊരു 16 Pro Max ഒരാൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂല, ഒരുപാട് ആൾക്കാരുണ്ടാവും, എല്ലാവരും പ്രതീക്ഷിക്കാം. പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പൊ ഇതിന്റെ ഇതാണ് നമ്മൾ പ്രഖ്യാപിക്കാൻ പോകേണ്ടത്. അപ്പൊ എന്താണ് ഇനി അപ്പൊ ഓഫറിൽ ഓഫർ എന്തായാലും നമ്മൾ നിർബന്ധമായിട്ട് ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കാര്യം മുന്നേ പറഞ്ഞതാണ്. കാരണം നമ്മൾ കഴിഞ്ഞ തവണ തന്നെ iPhone 14 Pro Maxന്റെ വില കുറഞ്ഞത് എപ്പോഴാണെന്ന് അറിയാലോ? 15 Pro Max ഇറങ്ങി 6 മാസത്തിന് ശേഷമാണ് 14 Pro Maxന്റെ വില കുറഞ്ഞത്. 15 Pro Max ഇറങ്ങിയണ്ട അതേ ലെവലിലാക്കാണ്ട് ഇപ്പൊ 15 Pro Max പോകുന്നത്. 15 Pro Max ഇന്ന് വാങ്ങിയാൽ നിങ്ങൾക്ക് 10 രൂപ ലാഭം. ഇന്ന് വാങ്ങിയാൽ വെയിറ്റ് ചെയ്യണ്ട. ഡെയിലി 10-20 വെച്ച് കൂടി പോവാണ്. ഇനി അങ്ങോട്ട് കൂടും. കാരണം വെച്ചാൽ അത് മാർക്കറ്റ് ട്രിക്കാണ്. അവരെപ്പോഴും ഒരു സാധനം പ്രൊഡക്ഷൻ ഇറക്കുന്ന ടൈമിൽ ഇപ്പോൾ ആദ്യമുള്ള പ്രൊഡക്ഷൻ്റെ വില അതേ ലെവലിൽ എത്തിയിട്ട് ശേഷം വലിയൊരു വ്യത്യാസം ഇല്ലാന്ന് തോന്നിക്കുന്ന രീതി അത് കമ്പനീൻ്റെ ഐഡിയാസ് ആയിരിക്കും. അപ്പോൾ അവർ ആ രീതിയിലേക്കാണ് പോകുന്നത്. അതിനകത്തായിട്ട് സാംസങ് കൂടുന്നുണ്ട്, എല്ലാം കൂടാൻ തുടങ്ങി. ഞാൻ എല്ലാത്തിനും കൂടുന്നുണ്ട്. അപ്പോൾ അത് സംഭവം ഇന്നും അവിടെ അങ്ങനെ തന്നെ ഇന്ന് വാങ്ങാൻ 10 രൂപയെങ്കിലും ആവും, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ പ്രൈസ് അപ്ഡേറ്റ് ചെയ്യാൻ പോകണം, എന്താണ് പ്രൈസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി പിന്നെ ഗീവ് അവേ നമ്മൾ വെച്ചിരിക്കുന്നത് നമുക്ക് ആഗസ്റ്റ് 15 വൈകിട്ട് നമ്മൾ ഇതിന്റെ സാധനം നമുക്ക് കൊടുക്കാം. എല്ലാ ആഘോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കൊരു അതുപോലെ ഓണാഘോഷം മാറ്റി വെച്ചിട്ടുണ്ട് പല ആൾക്കാർ. കാരണം ഇത് സന്തോഷത്തിനല്ല, എന്നാൽ നമ്മൾ പറഞ്ഞ വാക്കാണ്. നമുക്ക് ആഗസ്റ്റ് 15 വൈകുന്നേരം
8 മണിക്ക് വൈകുന്നേരം നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം നമ്മൾ പറഞ്ഞൊരു വാക്ക്. അപ്പൊ ആഗസ്റ്റ് 15 വൈകിട്ട് നമ്മളെ ലൈവ് ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിലാണ് ലൈവ് ഉണ്ടാവും. അത് 2 ഐഡി ഉണ്ടാവും, ബിബിന്റെ അതുപോലെ അസ്കർ മാലിക്കിന്റെ ഐഡി ഉണ്ടാവും. അത് നിങ്ങൾക്ക് ലൈവായിട്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിലും ഇപ്പോഴും മത്സരിച്ചു ചെയ്യാം. നമ്മൾ ഓപ്ഷൻ ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല, ഇപ്പം ചെയ്യാം. ഇനി നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ ബിബിന്റെയും അതുപോലെ അസ്കർ മാലിക്കലിന്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതേ വീഡിയോ ആണ്, ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. അതിൽ കമന്റ് ബോക്സ് പോയിട്ട് ഒരു 5 ഫ്രണ്ട്സുകളോ അധികമൊന്നും ഇല്ല 5 ഫ്രണ്ട്സുകളെ മെൻഷൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലൊക്കെ ആളുകൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അങ്ങ് അയച്ചു കൊടുത്തോ, അത്രേ ഉള്ളൂ. ഇതിന് ശേഷം നിങ്ങൾ ഫോളോ ചെയ്തതിന്റെയും അതുപോലെ മെൻഷൻ ചെയ്തതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ 35 നമ്പർ ഉണ്ടല്ലോ ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കാം. ഇത്രേ പണിയുള്ളൂ. ഇതിന് ശേഷം ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ അയച്ച വാട്സ്ആപ്പ് നമ്പറിലാണ് ഞങ്ങൾ സ്ക്രോൾ ചെയ്യുക. അതുകൊണ്ട് വാട്സ്ആപ്പിൽ നിർബന്ധമായിട്ടും ഈ സ്ക്രീൻഷോട്ട് അയക്കണം. അയച്ചാൽ അതിൽ നിങ്ങൾക്ക് ചാൻസ് ഉള്ളൂ. അപ്പോൾ വാട്സ്ആപ്പിൽ ഒരുപാട് പ്രാവശ്യം സ്ക്രോൾ ചെയ്തിട്ട് എന്നിട്ടാണ് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ചാൻസ് ആണ്. ഈ ഒരു വീഡിയോ ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഗീവേയുടെ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും 15 തീയതി നമ്മൾ എടുക്കും. അപ്പോൾ ഇതിലും കൂടെ നിങ്ങൾ കമന്റ് ഇട്ടിട്ട് നിങ്ങൾ ബാഗും പരീക്ഷിച്ചോ. റൂൾസും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഐഫോൺ 16 Pro Max ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരാളുടെ കയ്യിലുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ഏത് കൊടുക്കും നമ്മൾ? നമുക്ക് കൊടുക്കാം. നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ S23 S23 നമുക്ക് FE വില കുറഞ്ഞ് തന്നെ പറയാം. 1599 256 GB 1599 ദിർഹത്തിന് S23 FE 256 256 GB. നമുക്ക് S23 ആണെങ്കിൽ 2020 ഓക്കെ 2020 ദിർഹത്തിന് S23 മച്ചന്മാരെ 256 GB ഇട്ടിട്ടോ. പിന്നെ നെക്സ്റ്റ് നമുക്ക് നേരെ അൾട്രയിലേക്ക് പോവാം. ഓക്കെ, S24 അൾട്രയിലേക്ക് പോവാണെങ്കിലാണ് ഭയങ്കര രസം. അൾട്ര നമുക്ക് നല്ല റേറ്റിനാണ് കൊടുക്കാം. നല്ലൊരു ഓഫർ. ഇതൊക്കെ TR ആണ് കേട്ടോ. അൾട്ര വില പറഞ്ഞു മക്കളെ. S23 അൾട്ര വില പറഞ്ഞു. ഇത് നമുക്ക് കൊടുക്കാം 2550 കൊടുക്കുക. 2550 കൊടുത്തില്ല. ആദ്യമായിട്ടാണ് ഇത്ര വില കുറച്ച് കൊടുക്കുന്നത്. 2550 ഇനി കിട്ടിയില്ല കണ്ടില്ല കേട്ടില്ല ഒന്നും പറഞ്ഞിട്ട് നേരെ വന്നു. അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു 2 ഇയർ കൂടി വാറന്റി എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ, അതായത് 3 വർഷം വാറന്റി വേണമെങ്കിൽ ജസ്റ്റ് ഒരു 150 dirhams തരാണെങ്കിൽ 3 വർഷത്തെ വാറന്റി കിട്ടും. അതും കിട്ടില്ല. സാധനങ്ങൾക്ക് 3 വർഷമാണ് വാറന്റി, വെറും 150. 1 വർഷം എക്സ്ട്രാ വാറന്റി തരണമെന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റോറിൽ നിങ്ങൾ പോയിട്ട് 300 കൊടുക്കണം. എനിക്ക് വെറും 150 വന്നാൽ നിങ്ങൾക്ക് എക്സ്ട്രാ പിന്നെയും 2 വർഷം വാറന്റി വരും. വാറന്റി അപ്പോൾ 2 ഓപ്ഷനാണ് S23 അൾട്ര ഉള്ളത്. ഒന്ന് 1 വർഷം വാറന്റിയുള്ളത്, ഒന്ന് 3 വർഷം വാറന്റി. ഏത് വേണം നിങ്ങൾക്ക് എടുക്കുക. 2550 ദിർഹത്തിന് 1 വർഷം വാറന്റിയിൽ കിട്ടും. വെറും 150 ദിർഹത്തിന് കൂടി കഴിഞ്ഞാൽ 3 വർഷം. അപ്പോൾ ഏത് വേണ്ടത് നിങ്ങൾ നോക്കിക്കോ. വിത്ത് സാംസങ് വാറന്റിയുള്ള സാധനം. S24ലേക്ക് പോവാം. S24 ആണെങ്കിൽ 128 GB ഉണ്ട്, 256 ഉണ്ട്. 128 ആണെങ്കിൽ നമുക്ക് 2150 കൊടുക്കാം. 2150 S24 അല്ലേ? 2150 2150. ഓക്കെ, നമുക്ക് അത് 256 GB ആണെങ്കിൽ 2450 കൊടുക്കാം. 2450 തരാം. ഇപ്പൊ 2 ദിവസം വരെ S24 128 GB ആൾക്ക് വന്നിട്ട് പോയി. നമ്മുടെ സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വന്നു വാങ്ങിട്ട് പോയെന്ന്. ബ്രോ കാണണമെങ്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊബൈലിൽ മെസ്സേജ് താങ്ക്സ് പറഞ്ഞിട്ട് കൊടുത്തു. നമുക്ക് അതിന്റെ പ്ലസ് ഉണ്ട്. പ്ലസ് ഇതാ 24 പ്ലസ് ആരോ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടില്ല എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വെയിറ്റിംഗ് നമുക്കറിയാം. ഓക്കെ, ഇതിനെ നമ്മൾ ഈ അപ്ഡേറ്റ് ചെയ്യാത്തോണ്ട് നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിക്കണ കറക്റ്റ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു മോഡൽ വിട്ടുപോയാൽ ചോദിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ കഴിവിട്ട്. അതുപോലെ നിങ്ങൾ കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടോ. ഏതിലും നമ്മൾ വിട്ടുപോയി നിങ്ങൾ കമന്റ് ഇട്ടോ. അതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നുണ്ടാവും. S24 പ്ലസ് എത്ര കൊടുക്കാം? നമുക്ക് 256 GB ആണെങ്കിൽ 2750 കൊടുക്കാം. 2750 ആണെങ്കിൽ വെറും 200 dirhams എക്സ്ട്രാ 512 കൊടുക്കാം. 200 dirham എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ 512 200 എത്ര പറഞ്ഞു? 2950 2950 512 GB S24 പ്ലസ് ഇട്ടോ വശമാരെ. ഇപ്പോൾ ഒരാഴ്ച നമ്മൾ വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ് ചെയ്യാൻ ഐഫോണിന്റെയും സാംസങ്ങിനും പ്രൈസ് അറിയാൻ വേണ്ടിയിട്ട്. അവർക്കുള്ള സ്പെഷ്യൽ വീഡിയോ ഉണ്ട് അത് വശമാരെ. S24 അൾട്ര നല്ല കൂടുതൽ 3200 കഴിഞ്ഞ് 300ലേക്ക് പോവാണ്. കാര്യമായിട്ട് നല്ല പോക്കാം. പക്ഷെ ഇത്തവണ നമ്മൾ 2 ദിവസത്തേക്ക്, അതായത് ഞായറാഴ്ച വരെ, അധികം ഞായറാഴ്ച ഒരു തിങ്കളാഴ്ച വരെ മാക്സിമം ഒരു ഡേറ്റിൽ നമുക്ക് എന്താ ഈ റേറ്റിന് കൊടുക്കാം. ഗോൾഡ് കളർ മേടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ എപ്പോഴും നല്ല സ്റ്റോക്ക് ഉണ്ടായിട്ട് കുറഞ്ഞ സ്റ്റോക്കുകൾ ആദ്യം വരുന്ന ആൾക്കാർക്ക് ഗോൾഡ് വേണമെന്നുണ്ടെങ്കിൽ 3030 കൊടുക്കാം. 3030 ഗോൾഡ് S24 അൾട്ര കിട്ടും. ബാക്കി കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 50-100 വ്യത്യാസം. ഈ ഒരാഴ്ച അതായത് 3 ദിവസത്തേക്ക് മാത്രം വേറെ ബ്ലാക്കോ അല്ലെങ്കിൽ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 50-100 വ്യത്യാസത്തിൽ നമുക്ക് ബാക്കി കളർ കൊടുക്കാം. ഈ ഒരാഴ്ച 3 ദിവസത്തേക്ക് മാത്രമേ ആദ്യം പറഞ്ഞുതരാം. 3200 കഴിഞ്ഞ് മുകളിലോട്ട് പോയിട്ട് ഇനിയും കൂടും. വീണ്ടും ആവർത്തിക്കാണ്. ഇന്ന് വാങ്ങിയാൽ 10 രൂപ ലാഭം. ഡെയിലി 10 രൂപ കൂടുക. കഴിഞ്ഞ ആഴ്ച ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ വെറുതെ പറയുന്ന അടുത്ത ആഴ്ച
മാർക്കറ്റിൽ ഡിമാൻഡ് അതിന്റെ കൂടെ തന്നെ GCC ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ വരുന്നില്ല. ഫ്ലൈറ്റുകൾ ബന്ധായി കൊടുക്കുന്നുണ്ട്. അതുപോലെ കാർഗോ എയറിൽ സ്റ്റോപ്പ് ആയിട്ടുള്ള. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ ഒരുപാട് ഷോർട്ടാണ്. ഇനിയും നല്ല കൂടുതൽ കൂടും ശരിക്കും പറഞ്ഞാൽ. ഇനി ഇപ്പൊ ചില ആളുകളുണ്ട് ഇപ്പൊ 16 ഇറങ്ങാൻ പോവാണല്ലോ, അവിടെ നമുക്ക് ഇപ്പൊ 15 ഇറങ്ങാം എടുക്കാന്ന് വിചാരിച്ചിട്ട് ആ ലാസ്റ്റ് വെക്കണ്ട. അവിടെ വീണ്ടും പറയുന്നത് ഇപ്പൊ എല്ലാ തവണയും കാണുന്ന ഒരു സംഭവമാണ്. നമ്മൾ ലാസ്റ്റത്തെ ടൈമിൽ വില കൂട്ടുവര് വില കൂടിയിട്ടാണ് വലിയൊരു വ്യത്യാസം ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതപ്പോ നിങ്ങൾ 5100 സാധനം നമ്മൾ 4000 വരെ എത്തിച്ചിരുന്നു. ഏത് 50 Pro Max ആ സാധനം ഇപ്പൊ കൂടി 4200 എത്തി. 4500 കഴിഞ്ഞ് മുകളിലോട്ട് പോകും. അതുകൊണ്ടാണ് വീണ്ടും പ്രത്യേകം എടുത്തു പറയുന്നത് 14 Pro Maxന് 2 മാസം മുന്നേ, അതായത് 6 മാസത്തിന് ശേഷം 50 Pro Max ഇറങ്ങി 6 മാസത്തിന് ശേഷം പിന്നെ വില കുറഞ്ഞിട്ടുള്ളൂ. പിന്നെ വേറെ കാര്യമുണ്ട്, iPhone 16 Pro Max ഉണ്ടല്ലോ, നിങ്ങൾ വില കുറച്ച് തരും കൊടുക്കൂലേ? കുറഞ്ഞിക്കണ ചിലപ്പോ സാധനം തന്നെ കിട്ടില്ല. കാരണം ഇപ്രാവശ്യം അവര് ബാറ്ററി നല്ല ഉഷാറാക്കുന്നു കേൾക്കുന്നുണ്ട്. പല കിംവിധിയാണ് ബാറ്ററി ഉഷാറാക്കുന്നു കേൾക്കുന്നുണ്ട്. ക്യാമറ ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ AI ഫീച്ചറിന്റെ ശരിക്കും ഐഫോണിൽ വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ AI ഫുൾ ഫോം വരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, പക്ഷേ ആപ്പിളിൽ വരുമ്പോൾ അതിന്റെ സ്പെല്ലിംഗ് എന്താ വരുന്നത്? ആപ്പിൾ. അതാണ് ഒരു വ്യത്യാസം. കാരണം അവര് എന്ത് ആപ്പിൾ കൊണ്ടുവന്നാലും അത് ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും. അപ്പൊ ഇത് ഇപ്പൊ ഓൾറെഡി സാംസങ് കൊണ്ടുവന്നാണ്. അതുപോലെ ബാക്കി ഫോൺ കൊണ്ടുവന്ന് ആപ്പിൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ആപ്പിൾ കൊണ്ടുവരുമ്പോ അത് പേരടക്കം, അതായത് ആ ഫുൾ ഫോം അടക്കം മാറ്റിയിട്ട് ആപ്പിൾ കൊണ്ടുവരാൻ പോവാണ്. 16 അതെന്തായാലും വേറെ ലെവലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ 50 Pro വില കൂടുന്നത്. 15 പോലും ഈ ഒരു ഓപ്ഷൻ കിട്ടൂല. 15 Pro മുതൽ മുകളിലോട്ട് മാത്രമേ AI ഫീച്ചർ ഉള്ളൂ. അപ്പൊ എല്ലാവരും iPhone 15 Pro Max മേടിക്കണേ ഇപ്പൊ മേടിച്ചോ. അല്ലെങ്കിൽ ഞങ്ങൾ iPhone 16 Pro Max വില കുറച്ച് വരുമ്പോൾ നിങ്ങൾ മേടിക്കണ്ട. ഓക്കെ, കുറച്ച് ഒരു മാസം കഴിയും. പക്ഷേ ഇറങ്ങിയിട്ട് ഒരു മാസം കഴിയും. നമ്മൾ സാംസങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അത്ര ധൈര്യത്തിൽ പറയും. ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം. ഇപ്പൊ തന്നെ നമ്മൾ ഫോൾഡ് 6 ഒക്കെ കുറയൂന്ന് പറഞ്ഞാണ് 2000 dirhams ഒക്കെയാണ് കുറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മൾ ആപ്പിൾ നിങ്ങൾ അതുപോലെ പ്രതീക്ഷിക്കേണ്ട, കുറയൂല. നമ്മൾ കുറച്ച് കേട്ടാ 512 കൊടുക്കാം. 512 നമ്മൾ അതേപോലെ തന്നെ ഗോൾഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 3700 ഗോൾഡ് വരും. മറ്റേ 50 dirhams കൂടും. 50-100 അത്രയും. അപ്പൊ അതുകൊണ്ട് നോട്ടി വെച്ചോ. ഓക്കെ, അടുത്ത നമുക്ക് നേരെ 24 കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ വില കുറഞ്ഞ് നമുക്ക് കാര്യം ചെയ്യാം. ഇതിനെ തന്നെ ചില ആൾക്കാർ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്തുകൊണ്ട് ആൻഡ്രോയിഡ് പറയുന്നില്ല. ആൻഡ്രോയിഡ് നമ്മൾ 200 നമ്മൾ ഇതിന് മുന്നിട്ട സാധനമാണ്. നമ്മൾ പുതിയ ഇറങ്ങിയത് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. ഇത് നമ്മൾ ഒരു 1550 ഓഫർ ഇട്ടിരുന്നു. അപ്പൊ അതിന് ഒരുപാട് ഗിഫ്റ്റും കാര്യമൊക്കെ ഉണ്ട്. അത് കമ്പനി പ്രീ ഓർഡർ ഉണ്ടാണ്. ഇനി അത് സ്റ്റോപ്പായി. ഇപ്പൊ നമ്മൾ നേരെ 1500 കൊടുക്കും. 1500 ഹോണർ 200. ഇതിന്റെ തന്നെ പ്രോന് അതുപോലെ തന്നെ നമ്മൾ 2600 വില ഉണ്ടായിരുന്നു. ആ ഒരു സാധനം നമുക്ക് 2350 കൊടുക്കാം. ഇതൊക്കെ വെച്ചാൽ ഇവിടെ മാത്രമാണ്. ഇപ്പൊ നിങ്ങൾ ഏത് സൈറ്റിൽ നോക്കിയോ 2500 അവർ വില ഇട്ടിരിക്കുന്നത്. പ്രോ ലേറ്റസ്റ്റ് മോഡൽ. ഇത് രണ്ടും ഒരുമിച്ച് ഇറങ്ങിയതാണ്. ഇത് നോർമൽ, അതായത് നമ്മൾ 15 Pro ഇത് നോർമൽ. ഇതാണ്. ഇത് നമുക്ക് 1500 കൊടുക്കാം. ഇതാണെങ്കിൽ നമുക്ക് 2350 കൊടുക്കാം. 2350 ഹോണർ 200 Pro. അതിന്റെ കൂടെ തന്നെ നമ്മള് അധികാലം ചോദിക്കുന്നതാണ്. ഇത് അധികം സ്റ്റോക്ക് ഇല്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടാണ്. ഒരു 5 പീസും കൂടെ ബാക്കിയിട്ട് ആദ്യം പെരുന്നാൾ കിട്ടും. എത്ര കൊടുക്കും? ഇതിന്റെ റാം നമ്മൾ പ്രത്യേകം അതാണ് നോട്ട് ചെയ്യേണ്ടത്. ഇന്ത്യയിൽ ഇറങ്ങുന്ന സാധനം എന്ന് വെച്ചാൽ നമുക്ക് വരുന്നത് 8GB ആണ്. ഇവിടെ ഇറങ്ങുന്ന കറക്റ്റ് 12GB ആണ്. 12GB എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ വേറെ ഓപ്ഷൻ കൊണ്ട് +8 കൊണ്ട് ചെയ്ത് 20 ആക്കാം. 20GB വരുന്നുണ്ട്. അതായത് TDR സാധനം TDR തന്നെയാണ്. അതൊരു സംഭവം തന്നെയാണ്. TDR നിങ്ങൾ ഏത് ഫോൺ എടുത്തു കഴിഞ്ഞാലും മാക്സിമം ഐഫോണിന്റെ കാര്യം വിട്ടേക്ക്, ആൻഡ്രോയിഡ് എടുക്കുകയാണെങ്കിൽ TDR എന്നുള്ള ലാബിലില്ലാത്ത ഒരു ഫോൺ നിങ്ങൾ പരമാവധി എടുക്കാതിരിക്കുക. കാരണം TDR എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി നിർബന്ധമായിട്ടുണ്ടാവും. TDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ് ഇത് ദുബായിലെ അപ്രൂവൽ ആണ്. അപ്രൂവൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും റൂൾസ് അവർ കീപ്പ് ചെയ്താൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. ആപ്പിളിൽ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് TDR ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് വേറെ ഏത് ആൻഡ്രോയിഡ് ഫോൺ വേണമെങ്കിൽ നിങ്ങൾ TDR നോക്കുക. ഇത് എത്ര കൊടുക്കും? നമുക്ക് 999 ഇത്തവണ കൊടുക്കും. അതെ, 999 നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടും. നല്ലൊരു ആൻഡ്രോയിഡ് ഫോൺ നോക്കണം. ഇനി നിങ്ങൾക്ക് വില കുറഞ്ഞിട്ട് ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്താൽ നമ്മളെ X8B നമ്മൾ മുന്നേ കാണിച്ചു കൊടുത്തതാണ്. ഈ ഒരു മോഡലാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. 512 മെമ്മറി കൂടുതലായിരിക്കും കേട്ടോ. 512 എടുത്ത് പറയേണ്ട കാര്യം മെമ്മറി കൂടുതലായിരിക്കും. 850 dirhamsന് കൊടുക്കാം. 850 dirhamsന് 16GB മെമ്മറി ഉള്ള സാധനം 512GB ഉള്ള വെറും 850 കിട്ടും. അത് 4G 5G അത് 4G വരുന്നത്. 4G ഇത് 4G ഓക്കെ, അടിപൊളി സാധനമാണ് കേട്ടോ. X8B ഒരു കാര്യം ചെയ്യാം. ഇത്തവണ ഒരു വില കുറച്ചാ പറയും 100 dirhams ഓഫ് കൊടുക്കും. 100 dirham പിന്നെ 750 dirhamsന് കൊടുക്കും. ആദ്യം വരുന്ന 10 ആക്ക് 750 dirhamsന് 750 dirhamsന് അത് 512GB TDR സ്റ്റോക്ക്
ഓണറിന്റെ സാധനമാണ്. അപ്പൊ ആദ്യം വരുന്ന 10 ആക്ക് എന്താ പറയുക 750 750 വെച്ചാൽ ഒന്നും നോക്കണ്ട കൊടുക്കുക. കോട്ടിക്കാന് അടുത്ത നമുക്ക് അതുപോലെ തന്നെ നമുക്ക് നേരെ A15 ആണ് കൊടുക്കാം. A15 ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. A15 കൊടുക്കാം. A15 2 ടൈപ്പ് വരുന്നുണ്ട്, 4G വരുന്നുണ്ട്, 5G വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് നല്ല ബെസ്റ്റ് പ്രൈസ് കൊടുക്കാം. നമുക്ക് 4G ആണെങ്കിൽ ഒരു 440 കൊടുക്കാം. 440 A15 4G 5G ആണെങ്കിൽ 499 കൊടുക്കാം. 128GB ആണ് രണ്ട് വരുന്നത്. 120GB സാംസങ് നോക്കുന്ന ഒരാൾക്ക് നല്ലൊരു ഓപ്ഷനാണ് A15. ഓക്കെ, നമുക്ക് A35 ആണെങ്കിൽ അതും കൊടുക്കാം. A35 നമുക്ക് A35 പോയി ഒരുപാട് നമ്പർ A35 ഇതാ. അതുപോലെ A55 ഇതാ. A35 ആണെങ്കിൽ 980 കൊടുക്കാം. 256GB ആണ്. എല്ലാം TDR അത് ആക്ഷൻ വാറന്റി ആണ്. എടുത്ത് പറഞ്ഞ വാറന്റി ഇത് 980 ഈ ഗാലക്സി A35 5G ആണല്ലേ? അത് 5G ഫോൺ. ഓക്കെ, ഇനി അതന്നെ നമുക്ക് A55 ആണെങ്കിൽ നമുക്ക് വരുന്നത് 1180. 1180 രണ്ടും തമ്മിൽ കാണുന്നുണ്ട്. നമുക്ക് A35 A55 രണ്ടും സാധനം ഏകദേശം കാണാൻ ഒരുപാട് ഉണ്ടാവും. സാംസങ്ങിന്റെ ഇപ്പൊ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള രണ്ട് ഫോണുകളാണ് ഇന്ന് A35 A55. ഒരുപാട് പേര് സാധാരണ മിഡ് റേഞ്ചിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഫോണുകളാണ് ഈ ഫോണുകൾ. നിങ്ങൾ 2 5G അല്ലേ? 2 5G അല്ല, നല്ല കിടിലൻ ഫോണുകളാണ്. നല്ല ഓഫറിലാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ മിഡ് റേഞ്ചിലുള്ള സാംസങ്ങിന്റെ ഫോൺ വാങ്ങാൻ എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ നമ്മൾ ഇതുവരെ ഇറങ്ങിയ ഫോണൊക്കെ ശരിക്കും കറവിലാണ് വരുന്നത്. ഇപ്പൊ ആപ്പിളിന്റെ ലെവലിലേക്ക് സാംസങ് നല്ല തിളങ്ങുന്നുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. പണ്ടൊക്കെ ഫോൺ താഴെ വീണാൽ തിരിഞ്ഞു നോക്കണ്ട, ഇപ്പൊ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത്. അതുപോലെ കറവ് ഒഴിവാക്കിയിട്ട് നല്ല ഫ്ലാറ്റ് ആപ്പിളിന്റെ മോഡലാണ് ഇപ്പൊ സാധനം വരുന്നത്. അതുപോലെ നല്ല മൂവിംഗ് ആണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നല്ല പോക്കാണ്, നല്ല സാധനം കുഴപ്പമില്ലാണ്ട്. അതിന്റെ കൂടെ തന്നെയാണ് ഇപ്പൊ ഇവര് രണ്ടും തമ്മിലാണ് ഇപ്പൊ മത്സരം. ഓണറും സാംസങ് ഇപ്പൊ മത്സരം. അവര് വീണ്ടും ഇറക്കുന്നുണ്ട് കേട്ടോ. അവരിപ്പോ ഇറങ്ങിയിട്ട് 2 ആഴ്ച മുന്നേ ഒരു ഫോൺ ഇറക്കിയത്. ഓണറിന്റെ നെക്സ്റ്റ് വീക്ക് അടുത്ത പുതിയൊരു ഫോൺ ഇറങ്ങുന്നുണ്ട്. പുതിയൊരു ഫോൺ ഇറങ്ങുന്നുണ്ട്. അത് 256GB അവർ കൊടുക്കാൻ പോകുന്നത് 500 ഉള്ളിലായിട്ട്. അവര് മാർക്കറ്റ് പിടിച്ചടക്കും തന്നെ പറയുന്നത്. ഐഫോണിലേക്ക് പോവാം. നമ്മളെ മെയിൻ കാത്തിരിക്കുന്ന ആളുണ്ടാവും. ഐഫോണിലേക്ക് പോവാം. ഐഫോണിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നേരെ 11 വന്നോട്ടെ. iPhone 11 ഇനി നമുക്ക് നേരെ 12 വന്നോട്ടെ. അതുപോലെ നമുക്ക് 13 വന്നോട്ടെ. നമുക്ക് അതുപോലെ തന്നെ 14 വന്നോട്ടെ. 14 പോയി ഇവിടെ ഈ സെക്ഷൻ ഉണ്ടാവും. 14 ഉണ്ട്. അതുപോലെ തന്നെ 15 മണിക്കൂർ 15 വന്നോട്ടെ. iPhone 11 12 13 14 എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 11 ആണെങ്കിൽ 1350. 1350 iPhone 11. നമുക്ക് 12 ആണെങ്കിൽ 1700. 1700 iPhone 12. iPhone 13 ആണെങ്കിൽ നമുക്ക് കൊടുക്കുന്നത് 1950. 1950 iPhone 13. 14 പ്ലസ് ആണെങ്കിൽ 2350. 14 പ്ലസ് കൊടുക്കാം. 14 പ്ലസ് 2350 കൂടാണ് ചെയ്തത്. അയ്യോ, കഴിഞ്ഞ തവണ നമ്മള് കുറച്ച് തരുമ്പോ നിങ്ങള് മനസ്സിലാക്കിയില്ല. 100 കൂടിയിട്ടുണ്ട്. അതിന്റെ ശരിയായ റേറ്റ് വരുന്നത് 2700 ആണ്. ആ റേറ്റിലേക്ക് എത്തും. അതെ, GCC കൺട്രീസിൽ എവിടെ നിങ്ങൾക്ക് ഈ പ്രൈസിന് കിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞാണ് 14 വിലക്കാണ് 14 പ്ലസ് കൊടുത്തത്. കാരണം ഇപ്പൊ 14 വില 2250 2300 ആണ്. 14 പ്ലസ് 2700 ആണ്. ആ ഒരു സാധനമാണെങ്കിൽ ഇപ്പോഴും 2350 ആണെങ്കിലും നല്ല റേറ്റ് തന്നെയാണ്. ഇനിയും കൂടും. അതെ, ഇനി കൂടെ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു നോങ്ങളെ. 2350 iPhone 14 4200 mAh ആണ് ബാറ്ററി വരുന്നത്. ഇതിന്റെ സൈസ് വരുന്നത് ബിഗ് സ്ക്രീൻ ആണ്. ആ സാധനമാണ് പഴയ വിലക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ iPhone 15 ആണെങ്കിൽ നമുക്ക് നല്ല റേറ്റ് കൊടുക്കാം. ഇത്തവണ ഒരു ഓഫർ ആയിട്ട് നമ്മൾ കഴിഞ്ഞതിന് 2520 ഇട്ടത് 2500 കൊടുക്കാം. അയ്യോ, അതെങ്കിലും കുറച്ചല്ലോ. 2500 iPhone 15 കിട്ടാ. അപ്പൊ ഇതിന്റെ എല്ലാത്തിനും പ്രൈസ് ഉണ്ട്. അടുത്ത നമുക്ക് നേരെ പ്ലസ് പറഞ്ഞില്ല. പ്ലസ് പ്ലസിലേക്ക് പോട്ടെ. പ്ലസ് നമുക്ക് 2950 കൊടുക്കാം. 128. ഇനി 256GB ആണെങ്കിൽ 3350 കൊടുക്കാം. 3350 നിങ്ങൾക്ക് ഇത് പ്ലസ് 510. നമുക്ക് പ്രോയിലേക്ക് പോവാണെങ്കിൽ കഴിഞ്ഞ നമ്മൾ 3350 വരെ എത്തിയ സാധനം 3450 എത്തി. ഇപ്പൊ കുറച്ചും കൂടി 3700 വരെ എത്തും. ഇപ്പൊ നമുക്ക് അതുകൊണ്ട് ഡെയിലി 10-20 കൂടുകയാണ്. പക്ഷെ ഇത്തവണ നമുക്ക് എന്താ ജസ്റ്റ് ആദ്യം വരുന്ന ആളുകൾക്ക് നല്ല റേറ്റിന് കൊടുക്കാം. നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് കൊടുത്തോ, നിങ്ങൾ കൊടുത്തോ, കുഴപ്പമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. iPhone 15 Pro പ്രൈസ് 128GB 3450 വേണ്ട. ഈ ഒരു ബ്ലൂ ബ്ലാക്ക് ഒന്നുകൂടി കുറച്ച് കൊടുക്കാം. നമുക്കൊരു നല്ല പ്രൈസ് 3420 കൊടുത്തു. അതെ, 3420 ദിനം 120GB. ഇനി അത് നാച്ചുറൽ ആണെങ്കിൽ ഒരു 10-20 ദിറംസ് എക്സ്ട്രാ വരുന്നു. ഓക്കെ, ഇതിന്റെ 256 അത് നമുക്ക് ബെസ്റ്റ് പ്രൈസ് കൊടുക്കാം. അതും അതുപോലെ തന്നെ കളറായിട്ട് ചെറിയ ഒരു 20-30 ദിറംസ് വ്യത്യാസം വരും.
ഒരു 3799 കൊടുക്കാം. 3799 അത് ഇപ്പം വാങ്ങിക്കാൻ വീണ്ടും വീണ്ടും പറയാണ് കുറയുമെന്ന് വിചാരിച്ച് കാത്തു നിൽക്കണ്ട കൂടുകയുള്ളൂ. അതെ, അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്തോ. 512 ആണെങ്കിൽ കഴിഞ്ഞ തവണ 4400 കൊടുത്തതാ, ഇപ്പൊ 4700 വില. 300 ദിർഹം കൂടി മക്കളെ. അതെ, ഇത്തവണ നമ്മൾ ഒരു ഓഫർ കൊടുക്കാന്ന രീതിയിൽ പറ്റുന്നത് പറയാണ്. നിങ്ങൾ പഴയ വില എന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് ശല്യപ്പെടുത്തരുത്. കാരണം വേറെ ഞങ്ങൾ സ്നേഹം കൊണ്ടായിരിക്കും ചോദിക്കുന്നത്, അതൊക്കെ അറിയാം. പക്ഷെ നമ്മളും ഡീലറാണ്, പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്, കമ്പനിയുടെ സാധനമാണ്. നമുക്ക് അവർ തരുമ്പോൾ ആ റേറ്റിന് നിങ്ങൾക്കും തരുന്നത് പരമാവധി കുറച്ചിട്ട് അവർ 4650 കൊടുക്കാം. 4650 ലാസ്റ്റ് പ്രൈസ് 512. ശരിക്കും ഒഫീഷ്യൽ പ്രൈസ് വരുന്നത് ഇപ്പോഴും 5300 അങ്ങനെ എന്തോ ആണ്. നിങ്ങൾ നോക്കിയാൽ ആപ്പിൾ സ്റ്റോറിൽ. ഓക്കെ, നെക്സ്റ്റ് 1TB സ്റ്റോക്കില്ല. 1TB സ്റ്റോക്കില്ല. അപ്പൊ 15 Pro Maxലേക്ക് പോവാ. 15 Pro Maxലേക്ക് എന്താ പ്രൈസ് പറഞ്ഞു? മാക്സിലേക്ക് JBLന്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ JBLനൊക്കെ ചില ആൾക്കാർ JBL തന്നെ വേണമെന്നുണ്ട്. JBLന്റെ ഹെഡ്സെറ്റ് ഒക്കെ വേണ്ടവർക്ക് 150 ദിർഹംസ് മുതൽ 1200 ദിർഹംസ് വരെയുള്ള സാധനമുണ്ട്. അതെ, 150 ദിർഹം മുതൽ 1200 ദിർഹം വരെയുള്ള സാധനം ഉണ്ട്. ഒറിജിനൽ 1 ഇയർ വാറന്റി ഉള്ള ഒറിജിനൽ കമ്പനി സാധനമാണ് കേട്ടോ. ഇതാ മച്ചാന്മാരെ, നിങ്ങൾക്ക് ഇനി അത് കിട്ടില്ല എന്ന് പറയരുത്. അടിപൊളി സാധനം. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇതാ മച്ചാന്മാരെ, ഇത് പിടിച്ചോ നിങ്ങൾ. വില കുറഞ്ഞ സാധനം 10 ദിർഹംസിന്റെ 20 ദിർഹംസിന്റെ വേറെ ഉണ്ട്. ഇത് വെച്ചാൽ JBL നല്ല അടിപൊളി സാധനം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 50 Pro Max കൊടുക്കാം. 15 Pro Max എത്ര കൊടുക്കുക? എത്ര കൂടി അത് ചോദിക്കുന്നത്. 50 Pro Max അതാ ഞാൻ 4200 കൂടി. ഇത്തവണ നമ്മൾ ഓഫർ എന്നുള്ള രീതിയിൽ കുറഞ്ഞ സ്റ്റോക്ക് ഉണ്ട്. ആദ്യം വരുന്ന കസ്റ്റമറിന് നമുക്ക് ഒരു 4099, ഒരു 10-20 ദിർഹംസ് കളർ വ്യത്യാസം ഉണ്ടാവും, എക്സ്ട്രാ വരുള്ളൂ. പക്ഷെ എന്നാലും മാക്സിമം നമുക്ക് 4099 ദിർഹംസിന് കൊടുക്കാം. 4099 ദിർഹത്തിന് നിങ്ങൾക്ക് iPhone 15 Pro Max 256 GB കേട്ടോ. 256 GB 15 Pro Max പറഞ്ഞു. ഇനി 512 ആണെങ്കിൽ നമുക്ക് ഇത്തവണ കൂടി കൊടുക്കാം 4700. 4700 കഴിഞ്ഞ തവണ റേറ്റ് ആണ്. ശരിക്കും അതിന് കൂടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായത് മാത്രമേ കുറക്കുന്നില്ല. കൂട്ടുന്നില്ല. ഞങ്ങളടുത്ത് ഉണ്ടായത് തരുന്നതാണ് കഴിഞ്ഞിട്ട് അതേ റേറ്റിന്. അതേസമയം ഞങ്ങളടുത്ത് കഴിഞ്ഞാൽ കൂടും. ഓൾറെഡി എല്ലായിടത്തും സ്റ്റോക്ക് ഒക്കെ തീർന്ന് ഏകദേശം തീർന്ന്. കഴിഞ്ഞ തവണ 8ന്റെ പണി കിട്ടി കേട്ടാ. കഴിഞ്ഞ തവണ നമ്മൾ 3000 ദിർഹംസിന് 24 Ultra ഇട്ടു. 24 Ultra ഇട്ട് മാർക്കറ്റ് വില കൂടി വരെ ഞാൻ അറിയില്ല. അതിൻ്റെ അത്രയും സ്റ്റോക്ക് ഉണ്ട്. ഞാനൊരു ഉച്ച ടൈമിൽ ഷോപ്പിൽ വരുത്തുള്ളൂ. ഞാൻ ഇവിടെ വരുന്ന നോക്കുമ്പോൾ കൗണ്ടറൊക്കെ ഏകദേശം കാലിയായിട്ട് പകുതിയൊക്കെ ഉള്ളൂ. ഞാൻ ചെന്നത് സാധനം അതിങ്ങനെ കുറേ ആൾ വാങ്ങിക്കൊണ്ടേ, ഷോപ്പാൾ വാങ്ങിക്കൊണ്ടേ. അപ്പോൾ ഞാൻ ഷോപ്പാൾ വാങ്ങിക്കൊണ്ട് നിങ്ങൾ മാർക്കറ്റ് അന്വേഷിക്കണ്ടേ? മാർക്കറ്റ് വിളിച്ച് നോക്കുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ അവർ 50-100 ദിവസം കൂടിയിട്ടുള്ളത്. ഷോപ്പാർ മുഴുവൻ എടുത്തുകൊണ്ട് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ വിലക്ക് കസ്റ്റമറിന് കൊടുത്തല്ലോ പറ്റൂ. ഞാൻ അതേ സാധനം മാർക്കറ്റിൽ പോയിട്ട് കോസ്റ്റ് വാങ്ങിക്കൊണ്ടിട്ട് അടികൂടി വാങ്ങിക്കൊണ്ടിട്ട് എന്നിട്ട് പറഞ്ഞ വിലക്ക് കൊടുത്തു. ആ 3 ദിവസമാണ് പറഞ്ഞത്. ആ 3 ദിവസം പറഞ്ഞ വിലക്ക് സാധനം കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ ഓഫർ നമ്മൾ ഈ വീഡിയോ എപ്പോൾ പറയാണ് 2-3 ദിവസം ഈ ഓഫർ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ മാർക്കറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇതൊക്കെ വെച്ചാൽ നമ്മൾ പ്രൊഡക്ഷൻ അല്ല, നമ്മൾ ജസ്റ്റ് സെയിൽസ്മാൻ മാത്രമാണ്, നമ്മൾ ഡീലർ മാത്രമാണ്. വേറെ കമ്പനിയുടെ പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുന്നു. പരമാവധി നമുക്ക് നിങ്ങൾക്ക് എത്ര കുറച്ചു തരാൻ പറ്റുന്നു അത് മാത്രമാണ് ഞങ്ങൾ ചെയ്തു തരുന്നത്. പ്രൊഡക്ഷൻ ഒന്നും നമ്മുടെ സാധനമല്ല. പക്ഷെ അത്ര ക്വാളിറ്റിയുള്ള സാധനം, അത്ര ഗ്യാരണ്ടിയുള്ള സാധനം നിങ്ങൾക്ക് കൊണ്ടുതരുള്ളൂ. അതെ, അപ്പോൾ എല്ലാം നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ പറയുന്ന പ്രൈസ് അതേ പ്രൈസിന്റെ ആയിരിക്കും. അതിൽ വേറെ ആഡ് ചെയ്ത് ഒരു പ്രൈസ് ചില ആൾക്കാർ നമ്മൾ കമന്റ് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ട്. 3 തരം കമന്റ് ആണ്. അതായത് ഒരു കമന്റ് എന്ന് വെച്ചാൽ നമ്മള് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് ചാത്തരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ പലതവണ വീഡിയോയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ആപ്പിൾ സ്റ്റോറിൽ എവിടെ കൊണ്ടുപോയി ഒരു സംശയം നമ്മൾ മാറ്റി. പക്ഷേ രണ്ടാം സംശയം, ഇത്രയും വില കുറച്ച് കൊടുക്കുന്നതല്ല ഇതിനും കുറഞ്ഞ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പുറത്ത് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് വില കൺഫേം എല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങളടുത്ത് വന്നായി. അത്രയും ഞങ്ങൾ പറയുന്നുള്ളൂ. എപ്പോൾ നിങ്ങൾക്ക് പുറത്ത് നോക്കണം, നിങ്ങളെയാണ് പൈസ, നിങ്ങളാണ് വാങ്ങുന്നത്. നിങ്ങൾ പുറത്തൊക്കെ അന്വേഷിക്കുക, വില ഒക്കെ നോക്കിയിട്ട് എന്നിട്ടാണ് ഞങ്ങളടുത്ത് വരേണ്ടത്. ഞങ്ങളെപ്പോൾ പറഞ്ഞതാണ് ഞങ്ങൾ ഒറ്റയടിക്ക് കൂടുതലുണ്ടോ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ പുറത്ത് പോയി അന്വേഷിച്ചോളൂ. പക്ഷേ കമൻറ്റ് ചില ആൾക്കാർ നമ്മളിപ്പോൾ കമൻറ്റ് വഴി തന്നെ പോകുന്നതല്ല, പക്ഷേ കമൻറ്റിൽ മറുപടി പറയുന്നില്ല. അപ്പോൾ 2 കമൻറ്റാണത്. പിന്നെ 3ാമത്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കൈത് പുറത്ത് പോയ പോലെയാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാൽ എന്നാലും ജസ്റ്റ് പറയാം. അതായത് ഒരു കൈതിന്റെ പുറത്ത് 2 ആൾ കയറി പോവാണ്, ഭാര്യയും ഭർത്താവും പോവാണ്. അപ്പോൾ കാണുന്ന ആൾക്കാർ പറഞ്ഞു ഇത് വല്ലാത്ത ആൾക്കാർ തന്നെ ഒരു കൈതനെ കൊണ്ട് 2 ആൾ ചുമട് വഹിപ്പിക്കുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോ എന്താക്കി, ഭാര്യയോട് പറഞ്ഞു താഴെ ഇറങ്ങി പറഞ്ഞു. ഭാര്യ താഴെ ഇറങ്ങിയിട്ട് ഇവൻ കുതിരപ്പുറത്ത് പോകുമ്പോൾ, ഭർത്താവ് കുതിരപ്പുറത്ത് പോകുമ്പോൾ കണ്ടെടുത്ത പറഞ്ഞു വല്ലാത്ത സാധനം തന്നെ ഭാര്യനെ നടത്തിച്ചിട്ട് ഓനത് അതിന് കയറി പോകുന്നു. അപ്പൊ അവൻ എന്താക്കി, അവൻ കഴിഞ്ഞിട്ട് ഭാര്യനെ കയറ്റിച്ചു. അപ്പൊ വേറൊരുത്തം പറഞ്ഞു ഓ ഇവൻ പെൺകൂസനാണ്, ഭർത്താവ് നടന്നിട്ട് ഭാര്യനെ കുതിരപ്പുറത്ത് കയറ്റിച്ചു. അപ്പൊ ഇത് കേട്ടപ്പോ എന്താക്കി, 2 ആൾ താഴെ ഇറങ്ങി. അപ്പൊ കൈതനെ വേറെ വിട്ട് ഇവർ കണ്ടു. അപ്പൊ വേറെ ഒരു കൈത ഉണ്ടായിട്ടും ഈ കൈത ഉപയോഗിക്കാൻ പറ്റാ അറിയില്ല എന്ത് കൈതകളെ വരുന്നത്. കാരണം എങ്ങനെ ആയിക്കഴിഞ്ഞാലും കമന്റും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും. അപ്പൊ കമന്റ് ആയിട്ട് നമ്മൾ പറയുന്നതല്ല,
ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ആഡ് ചെയ്യാം. നമ്മുടെ നല്ല കമന്റുകൾ നല്ലതും എന്താ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ ഇട്ടോളൂ. മറുപടി എല്ലാ വീക്കും നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ ചില കമന്റ് നമ്മൾ മറുപടി കൊടുക്കാത്തത് എന്ന് വെച്ചാൽ ഇതുപോലെയാണ് പല സംഭവങ്ങളും കാര്യങ്ങളും. നമ്മൾ ഇത്ര തന്നെ ഓക്കെ ആണെങ്കിലും പിന്നെ നമ്മളും 100% ഒന്നുമില്ല, നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്, തെറ്റുകളും കുറ്റങ്ങളൊക്കെ പറ്റാം. അതുപോലെ ചില നമ്മളിപ്പോൾ തന്നെ കൈറ്റ് 5 വിരലാണ്, 5 രീതിയിലാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്വഭാവമായിരിക്കില്ല വേറെ ആൾക്ക് വിചാരിക്കുന്ന, അതിലൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് തെറ്റുപറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ആയിട്ട് ഇടാം, അതിന് എന്തെങ്കിലും നമുക്ക് സർവീസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുന്നതാണ്, അത് ചെയ്യുന്നതായിരിക്കും. അതിലൊന്നും ഒരു വ്യത്യാസം വരില്ല. പക്ഷെ നമ്മൾ കമന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ നല്ല കമന്റ് നിങ്ങൾ വാങ്ങിയിട്ട് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. നിങ്ങൾ ചില ആൾക്കാർ വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ, കമന്റ് ഇടാൻ പിസ്ക് കാണിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ പ്രാവശ്യം പറയാം, നിങ്ങൾ വാങ്ങിയ ആൾക്കാരും കമന്റ് ഇടാൻ പരമാവധി ശ്രമിക്കുക. അതുപോലെ നമ്മൾ 10 ഗിഫ്റ്റ് പറഞ്ഞിരുന്നു, ശരിക്കും അതൊക്കെ പെൻഡിങ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് 1-2 ആയിട്ട് നിങ്ങളെ കൊടുത്തോണ്ട് നിൽക്കും. കാരണം കമന്റ് നിങ്ങൾ ഇത് മടിക്കണ്ട, കമന്റ് ഇട്ടോളൂ. അടിപൊളി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇടുന്ന ആളെ കമന്റുകൾ നോക്കി നമ്മൾ കൊടുക്കും. അത് നല്ലതെന്ന് ഇങ്ങനത്തെ കണക്കൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് തന്നെ നിങ്ങൾ നല്ലതായാലും ശരി, അതിൽ എന്തെങ്കിലും സർവീസ് കൂട്ടുകയാണെങ്കിൽ എന്ത് തന്നെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമന്റ് ബേസിലാണ് നമ്മൾ കൊടുക്കുന്നത്. അവർ കമന്റിയുടെ ഒരു മടിയും കാണിക്കേണ്ട, കമന്റ് നിങ്ങൾ പരമാവധി ഇട്ടോളൂ. അതുപോലെ തന്നെ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ മാത്രം കണ്ടാൽ പോരാ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലിയൊക്കെ ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾ മാക്സിമം സാധനമൊക്കെ കൊണ്ടുവരുന്നുണ്ട്, നല്ല സാധനം ചെക്ക് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ബിസിനസ് തന്നെയാണ് തീർച്ചയായും, പക്ഷെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പരമാവധി നല്ല സാധനം തരാൻ, നല്ല വിലക്കേരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഞങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നിങ്ങൾ കൂടുതൽ ആളുകൾക്ക് ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്രൂപ്പിലേക്ക് ഇതായിട്ടൊക്കെ നിങ്ങൾ എന്താക്കുക, നമ്മൾ സപ്പോർട്ട് ചെയ്യാം അല്ലേ. അപ്പൊ നമ്മൾ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്നതായിരിക്കും അല്ലേ. അപ്പൊ iPhone 15 Pro Max 510 പറഞ്ഞു പ്രൈസ് പറഞ്ഞു അപ്പൊ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ഇപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുക. ഈ ഒരു വ്യാഴാഴ്ച ആഗസ്റ്റ് 15 നമ്മൾ ഗീവ് അവേ നടക്കുക വരുന്നുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിലായിരിക്കും. ബാക്കിയെല്ലാം പറഞ്ഞ പോലെ തന്നെ കമന്റും കാര്യങ്ങളൊക്കെ ഇടുക. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. സാധിക്കുന്ന ആൾ ഷോപ്പിലേക്ക് വരും. ഷോപ്പിലേക്ക് നിങ്ങൾക്ക് ദുബൈയിൽ തന്നെയുള്ള ആൾക്കാരൊക്കെ സാധിക്കുന്ന ആളുണ്ടെങ്കിൽ 8 മണി, ദുബായ് ടൈം 8 മണി, നമ്മുടെ നാട്ടിലെ ടൈം ആണെങ്കിൽ 9:30. അപ്പോൾ ദുബായിലുള്ള ആളുകളൊക്കെ ദുബായിൽ ആഗസ്റ്റ് 15 വൈകുന്നേരം വരെ നമുക്ക് ആഘോഷപരമായിട്ട് iPhone 16 Pro Max പൊതുവെ പണ്ടേ ഓപ്പൺ ആയിട്ടാണ് എടുക്കുന്നത്, ഇന്നും ഓപ്പൺ ആയിട്ട് തന്നെ എടുക്കുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്താ ഓക്കെ, താങ്ക് യു. ഓക്കെ.